നമ്മുടെ നാട്ടിൽ ജനങ്ങളിപ്പോൾ വല്ലാത്ത ഭീതിയിലാണ്. ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാണ്ട്, പ്രത്യേകിച്ച് ആനയും കടുവയും പുലിയും കരടിയുമൊക്കെ കാടിറങ്ങി വന്ന് മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ വല്ലാത്ത ഭീതിയിലേക്ക് പോവുകയാണ്. അരക്ഷിതാവസ്ഥയിലൊരു സമൂഹത്തിന് ജീവിക്കാൻ പറ്റില്ല, മനുഷ്യർക്കും പറ്റില്ല. വരുന്ന തലമുറയുടെ വളർച്ചയെ, അവരുടെ ബൗദ്ധികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള ജീവിത വളർച്ചയൊക്കെ അത് ബാധിക്കും. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ പറ്റൂ. ഏറ്റവും പ്രാകൃതമായിട്ടുള്ള നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. 72 തുടങ്ങിയതാണ്. 72 അത് വന്യജീവി സംരക്ഷണം എന്ന ഒറ്റ അജണ്ടയിൽ വെച്ചിട്ടാണ് അന്ന് ആരംഭിക്കുന്നത്. പക്ഷെ പിന്നീട് ലോകം മാറിയല്ലോ. ലോകം പ്രൊട്ടക്ഷനിൽ നിന്ന് കൺസർവേഷനിലേക്ക് വന്നു. കൺസർവേഷനിൽ നിന്ന് പിന്നീട് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിലേക്ക് വന്നു. ഇപ്പോൾ ലോകം മുഴുവൻ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫിലായി നിൽക്കുന്നത്. സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫിനെ പിന്നീട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് കിൽ ടു കൺസർവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലുക എന്നാണ്. വളരെ വൈരുദ്ധ്യമാണ്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. എണ്ണത്തിൽ പെരുകിയാൽ അത് എല്ലാം നമ്മളുടെ പ്രേയും പ്രെഡേറ്റേഴ്സും ഒക്കെ അതിനെ നമുക്ക് കൊല്ലേണ്ടി വരും, ഇല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അത് നിയന്ത്രിക്കണം. അതുപോലെ തന്നെയാണ് നമുക്കിടെ അതിനെ നിയന്ത്രിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം സൂക്ഷിക്കണമല്ലോ. ഇപ്പോൾ സസ്യങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന മൃഗങ്ങളാണെങ്കിൽ ആ സസ്യസമ്പത്തും ആ കാടിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ എണ്ണം നിയന്ത്രിക്കണം. അതല്ല, ചെറു മൃഗങ്ങളെ തിന്ന് ജീവിക്കുന്നതാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അതിനെ കിട്ടാൻ ആവശ്യമായ രീതിയിലേക്ക് എണ്ണം നിയന്ത്രിക്കേണ്ടി വരും. ഇനി ചെറുമൃഗങ്ങളുടെ എണ്ണമാണ് വല്ലാതെ കൂടുന്നതെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായ ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ നിയമനിർമ്മാണമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ നമ്മുടെ പൊതുസമൂഹവും പൊതുബോധവും ഒക്കെ വന്യമൃഗങ്ങളെ വല്ലാണ്ട് വളർത്തണം, അതിനെ എണ്ണം കൂട്ടണം എന്ന തലത്തിലേക്ക് നിൽക്കുകയാണ്. അവിടെയാണ് കൃത്യമായ ശാസ്ത്രീയമായ അവബോധം എല്ലാവർക്കും ഉണ്ടാവണം. ഇരകൾക്ക് മാത്രമല്ല, ഇവിടുത്തെ മനുഷ്യർക്ക് മാത്രമല്ല, പൊതുലോകത്തിനാകെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ഉണ്ടാവണം. ഇത് നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്ന്. അപ്പോൾ ആ തരത്തിലുള്ള ഒരാശയ പരിസര രൂപീകരണത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. ഇപ്പോൾ ഞാൻ പറയുന്നതിന് കേൾക്കുന്നതിന് ആളുകൾ വളരെ കുറവാണ്. പക്ഷേ ഒരു പാർലമെൻ്റ് അംഗം എന്ന പദവിയുടെ സാധ്യതകളെ ഉപയോഗിച്ച് പാർലമെൻറ്റിനകത്ത് മറ്റ് ഫോറങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ ഇത് സംസാരിക്കാൻ അവസരമുണ്ടായാൽ കുറേക്കൂടി ആളുകൾ ഇത് കേൾക്കും. നമുക്ക് ആശയ പരിസര സൃഷ്ടി വളരെ എളുപ്പത്തിൽ സംഭവിക്കും. അങ്ങനെ ഒരു ആശയ പരിസരം കൂടി രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഗവൺമെൻറ്റുകളെ കൊണ്ട് നമുക്ക് നിയമ ഭേദഗതികളിലേക്കും നിയമ നടപടികളിലേക്കും ഒക്കെ എത്തിക്കാനാവും. അതിനുവേണ്ടി നേതൃത്വം നൽകാൻ പാർലമെൻറ്റ് പദവി, MP എന്ന പദവിയുടെ സാധ്യതകളെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് നമ്മുടെ അതിജീവനം മുന്നോട്ട് കൊണ്ടുപോകാനാവും. അല്ലാതെ എല്ലാ കാലത്തും പഴി പറഞ്ഞും പരാതി പറഞ്ഞും വല്ലവരെയൊക്കെ കുറ്റപ്പെടുത്തി നമുക്കങ്ങ് മുന്നോട്ട് പോകാനാവില്ലെന്നേ. നമ്മളും ശാക്തീകരിക്കപ്പെടണം. നമ്മളും ഉറക്കെ സംസാരിച്ചു തുടങ്ങണം. നമ്മളുടെ ശബ്ദവും ലോകത്തെ കേൾപ്പിക്കണം. അങ്ങനെ കേൾപ്പിച്ചാണല്ലോ നമ്മൾ ഗാഡ്ഗിലിനെ, നമ്മുടെ റിപ്പോർട്ടിനെ നമ്മൾ ഇല്ലാതാക്കിയത്. അങ്ങനെ കേൾപ്പിച്ചുകൊണ്ടാണല്ലോ കസ്തൂരിരംഗൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ പുറത്തു കിടന്നത്. അങ്ങനെ ശബ്ദം നമ്മൾ ഉറക്കെ പറഞ്ഞപ്പോഴാണല്ലോ HRML പോലുള്ള പദ്ധതികളെ ഗവൺമെൻറ്റിന് മാറ്റി മറ്റ് പദ്ധതികളാക്കേണ്ടി വന്നത്. അങ്ങനെ നമ്മൾ ഉറക്കെ സംസാരിച്ചു പോയപ്പോഴാണല്ലോ നമ്മുടെ പദ്ധതി പ്രദേശത്തും ഉപേക്ഷിക്കപ്പെട്ട പ്രദേശങ്ങളിലും പത്തുചെയിലും ഒക്കെ നമുക്ക് പട്ടയം കിട്ടുന്നതും നമ്മുടെ ഭൂനിയമത്തിൽ ഒക്കെ ഭേദഗതി വരികയൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണം. ഞാനെന്താണെങ്കിലും ആത്മാർത്ഥതയോടുകൂടി വിട്ടുവീഴ്ചയില്ലാതെ എൻ്റെ നിലപാടുകളുമായി ഉറക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കും, പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഉണ്ടാകണം.